حامل القرآن قد خصك الرحمن بالفضل والتيجان. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على رسوله الأمين وعلى آله وصحابه المتبعين صلاة وسلاما دائمين متلازمين في كل وقت وحين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وفقها وإخلاصا في الدين. اللهم اجعلنا وآباءنا وأمهاتنا وأساتذتنا وأقرباءنا من ورثة جنة النعيم برحمتك يا أرحم الراحمين. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മുതഫരിദ് എന്ന കിതാബാണ്. 10 കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കിതാബിൽ നിന്നുള്ള രണ്ടാമത്തെ കിതാബാണ് മുതഫരിദ്. ഈ കിതാബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ദർസുകളിലും മുതഅല്ലിമീങ്ങൾ ആദ്യമായി 1ാമത്തെ വർഷത്തിൽ ഓതിപ്പഠിക്കുന്ന കിതാബാണ് മുതഫരിദ്. അതുകൊണ്ട് തന്നെ ഈ കിതാബിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ കിതാബിൽ നാം പഠിക്കാൻ പോകുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളാണ്. അതായത് നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് മുതലായ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധം നല്ല മനോഹരമായ ശൈലിയിലാണ് ഈ കിതാബ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കിതാബിൻ്റെ രചയിതാവ് ഹിജ്റ 994 വഫാത്തായ മഖ്ദൂം കുടുംബത്തിലെ ഷെയ്ഖ് അബ്ദുൽ അസീസുൽ മഖ്ദൂമിയുൽ ഫന്നാനി റഹിമഹുല്ലാ എന്നവരാണ്. അൽഹംദുലില്ലാ, നാം ഇന്ന് ഇവിടെ ഈ കിതാബ് ആരംഭിച്ചു. നല്ലതുപോലെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ നമുക്ക് കിതാബ് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ബർക്കത്തെടുത്ത നിലക്ക് ഞാൻ ഈ കിതാബ് തുടങ്ങുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുല്ലാ കിതാബ് തുടങ്ങിയത് ബിസ്മി കൊണ്ടാണ്. ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏതൊരു കാര്യവും ബർക്കത്തുള്ളതുമാണ്. നാം ഏതൊരു നല്ല കാര്യവും തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങണം. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു നല്ല കാര്യവും ബറക്കത്ത് കുറഞ്ഞതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർ ഈ കിതാബ് നമുക്ക് തുടങ്ങിത്തന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം കൊണ്ടാണ്. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പദത്തിൻ്റെ അർത്ഥം നോക്കാം. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ബറക്കത്തെടുത്ത നിലക്ക് ഞാൻ ഈ കിതാബ് പഠിക്കാൻ തുടങ്ങുന്നു. പഠിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുന്ന ഇതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നു അർത്ഥം വരും. ഇനി മറ്റേത് കാര്യമാണെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ ബിസ്മി ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ബറക്കത്തെടുത്ത നിലക്ക് ഞാൻ ഖുർആൻ ഓതാൻ തുടങ്ങുന്നു എന്നർത്ഥമാണ്. അപ്പോൾ ഇവിടെ നാം അർത്ഥം വെച്ചത് അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ബറക്കത്തെടുത്ത നിലക്ക് ഞാൻ ഈ കിതാബ് ഓതാൻ തുടങ്ങുന്നു. അർ-റഹ്മാനി, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ദുനിയാവിൽ കരുണ ചെയ്യുന്നവനായ അള്ളാഹു. അതായത് വഴിപ്പെട്ട മുസ്ലിമിനും
വഴിപ്പെടാത്ത കാഫിറിനും അല്ലാഹു തആല അനുഗ്രഹം ചെയ്യുന്നു. അങ്ങനെയുള്ള അല്ലാഹു അർ-റഹീം, ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ ആഖിറത്തിൽ വെച്ച് ഗുണം ചെയ്യുന്ന, കരുണ ചെയ്യുന്നവനായ അല്ലാഹു. അങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ നാമം കൊണ്ട് ബറക്കത്തെടുത്ത നിലക്ക് ഞാൻ ഈ കിതാബ് പഠിക്കാൻ ആരംഭിക്കുന്നു. ഇന്ന് തുടക്കമായതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ അർത്ഥം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ മറ്റു ഭാഗങ്ങൾ നമുക്ക് കൂടുതലായി പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.